കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച വിഷയം കുടുംബജീവിതത്തെക്കുറിച്ചായിരുന്നു. ഇനിയൊരു ഏതാനും വീഡിയോയിൽ കുടുംബജീവിതത്തെക്കുറിച്ച് തന്നെ പറയാൻ പലതുമുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാന ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് പ്രണയം സാധാന്യമാണ്, പ്രണയത്തിന്റെ പരാജയത്തെക്കുറിച്ചും പ്രണയത്തിലൂടെ നടന്ന വിവാഹ ബന്ധങ്ങൾ 99% തകർന്ന അനുഭവം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ആ ഒരു വിഷയത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രണയവിവാഹത്തിന്റെ തകർച്ചയുടെ ഒരു അടിസ്ഥാന കാരണത്തെക്കുറിച്ച് ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അതായത് വലിയ സമ്പത്തൊന്നും ഇല്ലാത്തൊരു വ്യക്തി ഒത്തിരി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളരെ ആറ്റുനോറ്റ് ആശിച്ച് മോഹിച്ച് ഒരു നല്ലൊരു കാറ് അയാൾ മേടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അയാൾ ചില മാസികകളിലൊക്കെ വരുന്ന അയാൾ ഇഷ്ടപ്പെടുന്ന ആ കാറിന്റെ ചിത്രങ്ങളൊക്കെ വെട്ടി അയാൾ റൂമിലെ ഭിത്തിയിലൊക്കെ ഒട്ടിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന നല്ല അയാൾ ഇഷ്ടപ്പെടുന്ന ആ കാറിന്റെ ഫോട്ടോയൊക്കെ അയാൾ സേവ് ചെയ്ത് വെക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അയാളുടെ ആഗ്രഹത്തെ മനസ്സിലിട്ട് ഏറെ കാലത്ത് ആലോചിച്ച് അതിനുവേണ്ടിയിട്ട് അയാൾ അതികഠിനാധ്വാനം ചെയ്ത് ആ കാറ് വിൽക്കുന്ന കടയുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒന്ന് കയറി ചെന്ന് ആ കാറെ ഒന്ന് തൂത്ത് തലോടി അതിൻ്റെ ഡോറൊക്കെ തുറന്നു നോക്കി. പ്രിയപ്പെട്ടവരെ, ഇത്രയെല്ലാം കാത്തിരുന്ന് കഷ്ടപ്പെട്ട് ആ വാഹനം സ്വന്തമാക്കി കഴിയുമ്പോൾ ആദ്യമൊക്കെ അയാള് വണ്ടി കഴുകുന്നു, തുടയ്ക്കുന്നു, ഒരു പൊടി പോലും പറ്റാതെ ടയറിന്റെ ചെളി പോലും പറ്റാത്ത രീതിയിലൊക്കെ വളരെ കെയറിംഗ് ആയിട്ട് കൊണ്ടു നടക്കുന്നു. ഇത് ഒരാഴ്ച കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു. പതുക്കെ അയാൾക്ക് ആ വാഹനത്തിലുള്ള ആ ഇമ്പവും കമ്പവും ഒക്കെ കുറയാൻ തുടങ്ങും. അതിനുള്ള ശ്രദ്ധയും അതിനോടുള്ള പരിപാലനയൊക്കെ കുറയാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. പ്രണയിച്ചിരുന്ന കാലത്ത് അവൻ പ്രണയിക്കുന്ന ആ പെൺകുട്ടിക്ക് കൊടുക്കുന്ന ആ കെയറിങ്ങും ആ കരുതലും ആ ഒരു എന്താ പറയുക എപ്പോഴും അവളോടുള്ള ആ സംസാരവും അവൾക്ക് ആവശ്യമുള്ളവരെ മേടിച്ചു കൊടുക്കുന്നതും ഇതൊക്കെ അങ്ങ് മാറി വിവാഹം കഴിഞ്ഞ് അവൾ തന്റെ ജീവിതത്തിലേക്ക് തന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ് തന്റെ സ്വന്തമായി കഴിഞ്ഞു കഴിയുമ്പോൾ ഇയാളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന അവളിലുണ്ടായിരുന്ന കമ്പവും ഇമ്പവും ഒക്കെ അങ്ങ് പോകും. മനസ്സിലായോ? പിന്നെ അവള് ആ പുതുമയൊക്കെ നഷ്ടപ്പെട്ട് അവളൊരു പഴയതിന് തുല്യമായ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇത് സഹിക്കാൻ പറ്റാത്ത ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അവക്കത് ഏറ്റവും വലിയൊരു വേദനയാണ്. ഇവിടെയാണ് ഈ പ്രണയ വിവാഹ ബന്ധങ്ങളിൽ തകർച്ചകൾ ആരംഭിക്കാൻ തുടങ്ങുന്നത്, തകർച്ചകൾ ഉടലെടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അറേഞ്ച് മാരേജിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയെ പോയി കാണുന്നു, അതിനുശേഷം വിവാഹം കഴിക്കുന്നു, അതിനുശേഷമാണ് അവളെ അടുത്തറിയുന്നത് തന്നെ. അവളോട് കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ഒരു ജീവിതത്തിന്റെ ഒരു എന്നാ പറയണ്ടേ ഒരു തുറന്നൊരു അവസ്ഥയിലേക്ക് വരുന്നത്. ഇത് പറയുമ്പോൾ മറ്റൊരു സത്യമുണ്ട്. ഈ വിവാഹം ഇനി അറേഞ്ച് മാരേജിലാണെങ്കിൽ പോലും ആദ്യരാത്രിയിൽ അല്ലെങ്കിൽ അതിനോടടുത്ത ദിവസങ്ങളിൽ ഇവളെ അവളുടെ വീട്ടിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവളെ വിവാഹം പ്രപ്പോസൽ നടക്കുന്നതും വിവാഹം നടക്കുന്നതും ഒക്കെ. പക്ഷേ ആദ്യരാത്രിയിലോ അതിനോടുള്ള അടുത്ത നാളുകളിലോ ചിലപ്പം അതുവരെ തോന്നിയ ഇഷ്ടം ചിലപ്പോൾ അതൊരു കഷ്ടമായി മാറാം. അങ്ങനെ കൊണ്ടൊരു പരമാർത്ഥമുണ്ട്. ഒരു കഷ്ടമായി മാറാം. അവളൊരു അഹങ്കാരിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം, ഒരു തനിഷ്ഠക്കാരിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ആദ്യം ഉണ്ടായിരുന്ന ഇഷ്ടം നഷ്ടമായി പോകും. എന്നാൽ അവൾ തനിക്ക് പറ്റിയ സഖിയാണ്, തന്നെ കൂടുതൽ കരുതുന്നവളാണ്, തന്നെ കൂടുതൽ സ്നേഹിക്കുന്നവളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ആദ്യം അവളോട് തോന്നിയ ഇഷ്ടം അതൊരു പരമ സ്നേഹമായിട്ട് വലിയൊരു ആഴമായ ഒരു ദൃഢമായ ഒരു കുടുംബജീവിതത്തിന്റെ ബന്ധത്തിലേക്കും മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ കുടുംബജീവിതം നരകമായി മാറുന്ന ഒരവസ്ഥയാണ്. എങ്ങനെയാണ് നരകമായി മാറുന്നത്? ഒരു വ്യക്തി വിശുദ്ധനും മറ്റൊരു വ്യക്തി അശുദ്ധനുമായി മാറുന്ന സാഹചര്യം വരുമ്പോഴാണ് ആ കുടുംബജീവിതം നരകമായി മാറുന്നത്. രണ്ടുപേരും അശുദ്ധരാണെങ്കിൽ അവർ ഈ നരകത്തിലെ ചെറുത്താന്മാരെ പോലെ തമ്മിലടിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പൊക്കോളും. ഒരു വ്യക്തി വിശുദ്ധനും മറ്റൊരു വ്യക്തി അശുദ്ധനും ആകുമ്പോഴത്തേക്കും അവിടെ ഇത് യോജിപ്പുകേട് വരും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുകയില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇതാണ്. ചില കുടുംബങ്ങളിൽ, ഇന്ന് ഒട്ടുമിക്ക കുടുംബങ്ങളിൽ വേണമെങ്കിൽ പറയാം, ഭാര്യ ഭർത്താക്കന്മാരെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ് സംശയരോഗം. ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ക്യാൻസറാണ് സംശയരോഗം. ഭാര്യയ്ക്കാണ് സംശയരോഗമെങ്കിൽ ഭർത്താവിന് പിന്നെ ആ കുടുംബത്തിൽ ജീവിക്കേണ്ടി വരികയില്ല. ഭർത്താവിനാണ് സംശയരോഗമെങ്കിൽ ഭാര്യ മർദ്ദനമേറ്റ് അവശതയാവും. അവളുടെ ജീവിതം സത്യത്തിൽ നരകത്തെക്കാൾ എന്നാ പറയണ്ടേ അതിലും ഒരു പടിയും കൂടെ മേൽപോട്ടുള്ള അവസ്ഥയിലേക്ക് മാറും. ഈ സംശയരോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു 30% മുതൽ 100% വരെ സംശയരോഗം ഉള്ള ആളുകളുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞത് 30% മുതൽ 50%, 60% വരെയൊക്കെ ആണെങ്കിൽ നമുക്കത് കൗൺസിലിങ്ങിലൂടെയൊക്കെ മാറ്റാം. കുറേയൊക്കെ അവർ തന്നെ ശ്രമിച്ചാലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ മാറ്റിയെടുക്കാം. അതിനും മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ചികിത്സ വേണം. ആദ്യം എന്താണ് അതിന് വേണ്ടതെന്ന് ചോദിച്ചാൽ അത് ആ ബാധിച്ച വ്യക്തി അത് മനസ്സിലാക്കുക എന്നുള്ളത്.
തന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ ഈ സംശയരോഗത്തിലേക്ക് ഒരു വ്യക്തി വഴുതി വീഴാനായിട്ട് 3 കാരണങ്ങളുണ്ട്. 3 കാരണങ്ങൾ. ഒന്ന്, ജീവിത പങ്കാളിയെ കുറിച്ച് ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ ആകസ്മികമായി അത് 100% ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ഒരു ജീവിത പങ്കാളിയിൽ അത്തരത്തിലൊരു പ്രവൃത്തി, ഒരു തെറ്റായ പ്രവൃത്തി കാണാൻ ഇടവരിക. 2, ഒരുപക്ഷെ ഇയാളുടെ ഈ രോഗത്തിന്റെ ഭാഗമായിട്ട് അയാൾക്ക് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ്. 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാൾ മുതലേ അകാരണമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും മർദ്ദനമേറ്റ് അവഗണിക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട് കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് നിറഞ്ഞ് സ്നേഹം കിട്ടാതെ വളരുന്നൊരു കുട്ടി വളർന്നു വലുതായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ സംശയരോഗം ഉണ്ടാവും. ഇനി ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ 60% വരെ എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു 30% മുതൽ 60% വരെയൊക്കെയുള്ള അസുഖമുള്ള വ്യക്തിക്ക് ഇത് മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു സൂത്രവാക്യം ഞാൻ പറയുന്നു. ഇപ്പൊ ഈ ദാമ്പത്യ വിശ്വസ്തത തകർക്കുന്ന ഒരു മേഖലയിലാണല്ലോ ഈ സംശയരോഗം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതായത് എന്റെ ഭാര്യ വേറൊരു പുരുഷന്റെ കൂടെ പോയി, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി, അല്ലെങ്കിൽ പോകുന്നുണ്ട്, അവർ അങ്ങനെ ജീവിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള ആ ഒരു വിഷയത്തിന്റെ മേഖലയിലാണല്ലോ ഈ പ്രശ്നമുള്ളത്. നീ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഞാൻ അങ്ങനെ പോകുന്നുണ്ടോ, ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്നെ ആ മേഖലയിൽ ദൈവം കാത്തു സംരക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, അല്ലാതെ എന്റെ യോഗ്യത കൊണ്ടൊന്നുമല്ല. എന്നെ ആ മേഖലയിൽ അത്തരത്തിലൊരു പാപത്തിൽ വീഴാതെ എന്റെ ദൈവം എന്നെ ഉള്ളങ്കൈ കൊണ്ടു നടക്കുന്നതുകൊണ്ട്, എന്റെ മേൽ കൃപ ചൊരിയുന്നതുകൊണ്ട് ഞാൻ അത്തരത്തിലൊരു പാപത്തിൽ വീഴുന്നില്ല, അല്ലാതെ എനിക്ക് അവസരമില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ അങ്ങനെ എന്നെ ആ ദൈവം കാത്തു സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആ മേഖലയിൽ നിന്ന് അത്തരത്തിലൊരു പാപത്തിൽ വീഴാതെ എന്റെ ദൈവം എന്നെ കാക്കുന്നുണ്ടെങ്കിൽ, എന്റെ ജീവിത പങ്കാളിയും അതേ ദൈവം തന്നെ കാക്കും, അത്തരത്തിലൊരു പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കും എന്നുള്ളൊരു ബോധ്യം നിനക്കുണ്ടായിരുന്നു. അങ്ങനെ നീ ചിന്തിക്കാൻ തുടങ്ങുന്നിടത്ത് നിന്നെ ബാധിക്കാൻ ഇടയുള്ള, അല്ലെങ്കിൽ ബാധിച്ചിരിക്കുന്ന അല്പസ്വല്പമായിട്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സംശയരോഗത്തിൽ നിനക്ക് പൂർണ്ണമായിട്ട് മോചിതനാകാൻ സാധിക്കും. മനസ്സിലായോ? കാരണം എനിക്ക് എന്റെ കഴിവുകൊണ്ട് എന്റെ മിടുക്കുകൊണ്ടൊന്നും എനിക്ക് ഈ ലോകത്തിൽ നിന്ന് ഒന്നും ആകാൻ സാധിക്കില്ല. ഒരിടത്തുനിന്ന് ഒന്നും ഒരു പാപത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും സാധിക്കില്ല. വിശുദ്ധ പൗലോസ്ലീഹ കോർന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 15-10 പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുറന്ന കുറ്റം പറഞ്ഞും വിധിച്ച് നടക്കുന്നവരൊക്കെ മറ്റുള്ളവരെ ഏത് കാര്യത്തിനും, എത്ര ചെറിയ കാര്യത്തിനും പോലും എപ്പോഴും ഈ കുറ്റം പറയുകയും വിധിക്കുകയും ചെയ്ത് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ അതൊരു ജീവിതചര്യ പോലെയാണ്. അവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 10,000 പ്രാവശ്യം ആവർത്തിച്ച് ഉരുവിട്ട് നടക്കേണ്ട ഒരു വചനമായിരുന്നു. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. 1 കോരിന്തോസ് 15:10. അതുകൊണ്ട് ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇന്ന് നല്ലൊരു ശതമാനം കുടുംബങ്ങൾ ഈ സോഷ്യൽ മീഡിയയും കൂടെ വളർന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നം വളരെ മൂർത്തിൻ്റെ അവസ്ഥയിലാണ്. കാരണം ഭാര്യ വേറെ പുരുഷനുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ റിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഭർത്താവിന് വേറെ സ്ത്രീയുമായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റ് ചെയ്യുന്നുണ്ട്, അവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്റെ കുടുംബത്തിൽ എന്റെ ജീവിതത്തിലുണ്ടോ? ഇപ്പൊ ഞാൻ ഇത്തരത്തിലൊരു വിഷയം എടുത്തിടാൻ തന്നെ കാരണം എന്റെ സ്പിരിച്വൽ ലൈഫിൽ ഞാൻ സ്പിരിച്വൽ കൗൺസിലിംഗ് നിരവധി ദമ്പതികൾക്ക് കൊടുത്തിരിക്കുന്ന സ്പിരിച്വൽ കൗൺസിലിംഗിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ കാര്യമൊക്കെ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തിരി പറഞ്ഞ് ഈ വീഡിയോയുടെ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഒരു ചികിത്സ നേരിടേണ്ട അവസ്ഥ ഇപ്പുറമാണ് നീയെങ്കിൽ നിനക്ക് ആത്മീയമായിട്ട് ദൈവസന്നിധിയിൽ നിന്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക, അതൊന്ന് സമർപ്പിക്കുക. എന്നിട്ട് നീ തന്നെ നിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. പിന്നെ നേരത്തെ ഞാൻ 3 വിഭാഗക്കാരെ കുറിച്ച് പറഞ്ഞു. ഈ 4ാമത് ഒരു വ്യക്തിക്കും കൂടെ ഈ സംശയരോഗമുണ്ട്. അതായത് ലൈംഗികപരമായ മേഖലയിൽ പിഴവ് സംഭവിച്ച വ്യക്തികൾക്കും അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയുണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും, ഒരു ചിന്തയുണ്ടാവും. എന്റെ ജീവിത പങ്കാളി അങ്ങനെ വല്ല പോകുന്നുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു വലിയൊരു മാരക രോഗം, ഈ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന, മക്കളെ അനാഥരാക്കുന്ന, കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന ഇത്തരത്തിലൊരു രോഗം, ഒരു അവസ്ഥ, ഒരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ സംശയരോഗം എന്ന ആ മാരക രോഗം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ സന്തോഷവും സമാധാനവും എല്ലാം തിരിച്ചു വരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.